സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് 21ാമത്തെ ദശകം. നാരായണീയത്തിൽ നമ്മൾ ഇളാവൃതം, അതുപോലെ തന്നെ അതിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഭദ്രശ്രവസ്സിൽ ഭദ്രാശ്വം, അതിൽ ഹയഗ്രീവനായിട്ട് ഇളാവൃതത്തിൽ സംഘർഷനായിട്ട് ശിവനും ഗൗരിയും ഭജിക്കണമെന്ന് കണ്ടു. 3ാമത്തെ ശ്ലോകത്തിൽ ഹരിവർഷം തെക്ക് ഭാഗത്തിൽ പ്രഹ്ലാദൻ കൂടെയുള്ളവരും ഭജിക്കണമെന്ന് കണ്ടു. അതിനുശേഷം പടിഞ്ഞാറ് ഭാഗത്ത് പ്രതീചി ലക്ഷ്മി ദേവി കാമദേവനായിട്ടും ഭജിക്കുന്നു. ഇനി അടുത്തത് രമ്യേ ഹ്യുദീചി കലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സപര്യമാണം ഭക്തേക വത്സലം അമത്സര ഹൃത്സു ഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. പടിഞ്ഞാറ് ഭാഗത്ത് കഴിഞ്ഞ വടക്ക് ഭാഗത്ത് ഉദീചി വടക്ക് ഭാഗം, ഇളാവൃതത്തിൻ്റെ വടക്ക് ഭാഗം. വടക്കു ഭാഗത്തുള്ളത് വളരെ സുന്ദരമായിട്ടുള്ള രമ്യകം എന്ന് പറഞ്ഞിട്ടുള്ളതായ വർഷം, രമ്യകനാംനി വർഷേ, രമ്യകം എന്നു പേരുള്ള എങ്ങനത്തെ വർഷം? രമ്യേ. ആദ്യം പറഞ്ഞ രമ്യേ. രമ്യേ ഹി ഉദീജി, രമ്യേ ഹ്യുദീജി. ഹി അല്ലയോ, ആകുന്നുവല്ലോ. അവ്യയാണ് ഹി. ഏതർത്ഥം വേണമെങ്കിലും എടുക്കാം. ഒരക്ഷരം തേഞ്ഞില്ലെങ്കിൽ കേൾക്കാവുന്ന ഖലു, അതുപോലെ തന്നെ ഹി എന്നൊക്കെ അതിൽ പെട്ടതാണ്. വാ ച. രമ്യേ ഹി ഭംഗിയുള്ള വടക്ക് ഭാഗത്തുള്ള രമ്യകം എന്ന വർഷത്തിൽ തത് വർഷനാഥ മനു, ആ വർഷൻ്റെ നാഥനാണ് മനു, സ്വയംഭൂവ മനു. തത് വർഷനാഥു മനുവര്യൻ, മനുവാകുന്ന ശ്രേഷ്ഠനാൽ സപര്യമാണം പൂജിക്കപ്പെടുന്നവനായ രമ്യമായ വടക്ക് ഭാഗത്തുള്ള രമ്യകത്തിൽ ആ വർഷത്തിൻ്റെ നാഥനായ അധിപനായ മനു, തത് വർഷനാഥ മനു വര്യൻ ശ്രേഷ്ഠൻ, മനുവര്യ സപര്യമാണം പൂജിച്ചു കൊണ്ടിരിക്കുന്ന ആരായിട്ടാണ്? അങ്ങേ കാണും മത്സ്യാകൃതിം, മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഏ ഭുവനനാഥ മത്സ്യാകൃതിം ത്വാം ഭജയേ ഭജന്ത ഭജേ, മത്സ്യാകൃതിയായിരിക്കുന്ന അങ്ങയെ ഭജിക്കുന്നു. രമ്യമായ ഉദീജി വടക്ക് ഭാഗത്ത് ഖലു ആകുന്നുവല്ലോ, രമ്യകം എന്ന വർഷത്തിൽ ആ വർഷത്തിൻ്റെ നാഥനായ മനുവര്യനാൽ പൂജിക്കപ്പെടുന്ന മത്സ്യാകൃതിയായി ഭജിക്കുന്നു. ആ മത്സ്യാകൃതിയായിട്ടാണ് ഉദീജി വടക്ക് ഭാഗത്ത് ഭജിക്കുന്നത്. ആ മത്സ്യാകൃതിക്കൊരു വിശേഷണം കൊടുത്തതാണ് 3ാമത്തെ വരി. ഭക്തേക വത്സരം അമത്സര ഹൃസ്സുബാന്ധം. മത്സ്യാകൃതിയുടെ, മത്സ്യരൂപിയുടെ വിശേഷണങ്ങളാണ്. ഭക്തേക വത്സലം, ഭക്തവത്സലനായ. ഭക്തേക വത്സരം അമത്സര, ഒട്ടും മാത്സര്യബുദ്ധി ഇല്ലാത്തവർ, നിർമ്മത്സരന്മാരുടെ ഉള്ളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നവൻ. ഈശ്വരൻ എപ്പോഴും മത്സരബുദ്ധിയുള്ളവരുടെ അടുത്തുണ്ടാവില്ല, അവരുടെ ഉള്ളിലും ഉണ്ടാവില്ല. മത്സരബുദ്ധി ഇല്ലാത്തവരുടെ ഉള്ളിൽ വിളങ്ങുന്നവനും ഭക്തേക വത്സലനും. ഭക്തേക വത്സരം അമത്സര ഹൃത്സു, മത്സരം ഇല്ലാത്തവരുടെ ഹൃദയത്തിൽ. അമത്സരഹൃത്തു ഭാന്തം, ശോഭിക്കുന്ന, വിളങ്ങുന്ന. അങ്ങനത്തെ മത്സ്യാകൃതി, വലിയ ഭുവനനാഥ മത്സ്യാകൃതിയെ ആയ അങ്ങയെ ഞങ്ങൾ ഭജിക്കുന്നു. മനുവും ഭജിക്കുന്നു, കൂട്ടത്തിൽ ഞങ്ങളും ഭജിച്ചോട്ടെ. രമ്യേഹി ഉദീചി ഖലു രമ്യക നാംനി വർഷേ. 2 രമ്യകം, ഒന്ന് രമ്യകത്തിൻ്റെ പേരാണ്, മറ്റത് മനോഹരമായ എന്ന വിശേഷണമാണ്. രമ്യേ ഹ്യുദീചി ഖലു രമ്യക നാംനി വർഷേ തത് വർഷനാഥ മനു വർയ സപര്യമാണം ഭക്തേക വത്സരം
ഭക്തേക വത്സലം അമത്സരം. ഭക്തേക വത്സലം ഉണ്ട്, അമത്സരം. ഒന്ന് വത്സലം പിന്നൊന്ന് അമത്സരം, രണ്ടും വേറെ. വത്സലം ഭക്തവാത്സല്യമാണ്, മത്സരമല്ല. വത്സലം എന്ന് പറഞ്ഞാൽ മത്സരമല്ല, ഭക്തവാത്സല്യമാണ്. ഒന്ന് ഭഗവാന്റെ പ്രത്യേകതയാണ്, മറ്റൊന്ന് ഭക്തൻ്റെ പ്രത്യേകതയാണ് അമത്സരൽസു. രണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ, അതിനും കൂടി കൺഫ്യൂഷൻ ആവരുത്. മത്സരമില്ലാത്ത ഭക്തന്മാരുടെ മനസ്സിൽ ഭക്തേക വത്സലം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വിശേഷണം. ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ അമത്സര ഹൃദയത്തോടു കൂടിയിട്ട്, മത്സരമില്ലാത്ത ഹൃദയത്തോടു കൂടി വിളങ്ങുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിൽ വിളങ്ങുന്ന ഭഗവാനെ മത്സ്യാകൃതിയും ഭുവനനാഥ ഭജേ ഭവന്തം. അടുത്തത് വർഷം ഹിരൺമയസമാഹ്വയമൗത്തരാഹം ആസീനമത്രിധൃതി കർമ്മഠകാമടാംഗം സംസേവത്തെ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ഇവിടെ വടക്ക് ഭാഗത്തുള്ള ആദ്യത്തെയാണ് പറഞ്ഞത് രമ്യകം. 3 ഉണ്ട് വടക്ക് ഭാഗത്ത്, 3 ഉണ്ട് തെക്ക് ഭാഗത്ത്. 3 ഉള്ളത് വടക്കും തെക്കും മാത്രമേ ഉള്ളൂ, കിഴക്കും പടിഞ്ഞാറും ഓരോന്നേ ഉള്ളൂ. രമ്യകം വടക്ക് ഭാഗത്ത്, ഇളാവൃതത്തിൻ്റെ വടക്ക് ഭാഗം. ഇനി അതിൻ്റെ വടക്ക് ഭാഗത്തോ ഹിരൺമയം, മഞ്ഞാണ് അവിടേക്ക്, അതാണ് ഈ ഹിരൺമയം. വർഷം ഹിരൺമയ സമാഹ്വയമൗത്തരാഹ, വടക്ക് ഭാഗത്തുള്ളതും വടക്കിൻ്റെ വടക്ക്, രമ്യകത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ളതും ഹിരൺമയം എന്ന് പേരുള്ളതും ആയ വർഷത്തിൽ ഹിരൺമയ സമാഹ്വയ ഔത്തരാഹമാസീനം അത്രിധൃതി കർമ്മഠകാമഠാംഗം വിശേഷണമാണ്. സംസേവതേ പിതൃഗണപ്രവരോര്യമായം, പിതൃഗണന്മാരാൽ ഭജിക്കപ്പെടുന്ന കർമ്മഠകാമടാംഗം. കർമ്മഠ എന്ന് പറഞ്ഞാൽ വളരെയേറെ ബലമുള്ള, കർമ്മപ്രാധാന്യവും കർമ്മസാമർഥ്യവുമുള്ള എന്നൊക്കെയുള്ള അർത്ഥമാണ്. എന്താണ് ആമ സാമർഥ്യം കാണിച്ചത്? ആമ സാമർഥ്യം കാണിക്കുമോ എന്ന് ചോദിച്ചാൽ ഭഗവാനാകുന്ന ആമ വലിയ സാമർഥ്യം തന്നെയാണ് കാണിച്ചത്. ഇല്ലേ, പാലാഴിയിൽ താണുപോണ മന്ത്രപർവ്വതത്തെ പൊന്തിച്ച് നിർത്താൻ അവിടെ കൂടിയിട്ടുള്ള ഒരൊറ്റ ആൾക്ക് സാധിച്ചോ? 10 കോടി ദേവന്മാർക്ക് സാധിച്ചില്ല. അയ്യോ ഭഗവാനെ, പർവ്വതം എന്താ അതാണ് പോയി, ഞങ്ങളെന്താ ചെയ്യാന്ന് പറഞ്ഞ് വിഷമിക്കുക ചെയ്ത്. അപ്പോഴാണ് നിസ്സാരമായിട്ട് ആമയുടെ സ്വരൂപം സ്വീകരിച്ച പർവ്വതത്തിനെ പൊന്തിച്ചത്. അതുകൊണ്ടാണ് അവിടെ എന്താണ് കർമ്മഠ, വലിയ സമർത്ഥനാണ്, അപാര കഴിവാണ് ഭഗവാൻ കാണിച്ചത്. ഇത് മറ്റൊരാൾക്ക് സഹായിക്കണതല്ല. കർമ്മഠൻ, കർമ്മസാമർഥ്യമുള്ള വിശേഷണം. കാമഠാംഗം എന്ന് പറഞ്ഞാൽ ആമയുടെ രൂപം, കമഠരൂപം. കമഠം എന്നാണ് വാക്ക്, ആമയെ സംബന്ധിക്കുന്നതാണ് കാമഠം. ഊർമ്മത്തിൻ്റെ എന്നർത്ഥം, ഊർമ്മത്തിൻ്റെ നീട്ടിയാൽ അർത്ഥം കാമഠം എന്ന് പറയാം. കർമ്മഠ കാമഠാംഗം എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ സമർത്ഥനായ ആമയുടെ രൂപം. കമഠരൂപം എന്നാണ് വേണ്ടത്. കാമടാംഗം. സംസേവതേ പിതൃഗണപ്രവര്യമായം, പിതൃക്കളുടെ നേതാവാണ് അര്യമാവ്. അരിമാവല്ല, അര്യമാവ്. അര്യമാവ് എന്ന് പറഞ്ഞാൽ പിതൃക്കളുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത്. ഇവരാണ് പിതൃക്കളുടെ ഏറ്റവും നയിക്കുന്ന ആൾ എന്നർത്ഥം. നാഥൻ, ദേവന്മാരുടെ നാഥൻ ഇന്ദ്രനാണ്. അതേപോലെ എന്നർത്ഥം. രാക്ഷസന്മാരുടെ രാജാവ് രാവണൻ എന്നൊക്കെ പറയുന്ന പോലെ പിതൃഗണങ്ങളുടെ അധിപനാണ് അര്യമാവ്. അര്യമാവ്. ആ അര്യമാവിനാൽ തന്ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ, അല്ലെങ്കിൽ ചിന്മയാത്മാവായിട്ടുള്ള സർവേശ്വര. ഔത്തരാഹം എന്നും കൂടി പറയപ്പെടുന്ന ഹിരൺമയത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഹിരൺമയം, രമ്യകത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഹിരൺമയത്തിൽ സമർത്ഥമായിട്ടുള്ള കൂർമ്മരൂപത്തെ അര്യമാവും അര്യമാവിൻ്റെ കൂടെയുള്ള പിതൃക്കളാണ് അവിടെ വസിക്കുന്നത്. അങ്ങേ ഭജിക്കുന്നു ഹിരൺമയം എന്നു പേരുള്ള സ്ഥലത്ത്.
വർഷം ഹിരണ്മയസമാഹ്വയം ഔത്തരാഹമാസീനമദ്രിധൃതി കർമ്മഠകാമടാംഗം സംസേവത്തെ പിതൃഗണപ്രഭവർയമായം തന്ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. രമ്യക വർഷത്തിൻ്റെ തൊട്ട് വടക്ക് ഭാഗത്തുള്ളതും ഹിരണ്മയം എന്നു പേരുള്ളതും ആയ ഭൂവിഭാഗത്തിൽ വർഷത്തിൽ പർവ്വതത്തെ പൊക്കിയെടുക്കാൻ കഴിവുള്ളതാണ് അദ്രിധൃതി കർമ്മഠ കാമഠാംഗം. അദ്രി പർവ്വതം, താണുപോയ പർവ്വതത്തെ പൊന്തിക്കുന്നതിൽ സാമർഥ്യം തെളിയിച്ച അദ്രിധൃതി കർമ്മഠ കാമഠാംഗം. അങ്ങനെയുള്ള കൂർമ്മസ്വരൂപത്തെ ആര് ഭജിക്കണു? പിതൃഗണപ്രവര, പിതൃഗണന്മാരുടെ പ്രവരനായിരിക്കുന്ന മുഖ്യനായിരിക്കുന്ന അര്യമാവ് കൂട്ടത്തിൽ ഞങ്ങളും കമഠരൂപത്തിൽ ഊർമ്മസ്വരൂപത്തിലുള്ള അങ്ങയെ ഭജിക്കുന്നു. വർഷം ഹിരണ്മയ സമാഹ്വയം ഔത്തരാഹം പേരാണ്. ഔത്തരാഹം തൊട്ട് വടക്ക് ഭാഗത്തുള്ളത്, ഉത്തരം എന്ന് പറഞ്ഞാൽ വടക്ക്, അതെന്ന് വന്നാണ് ഔത്തരാഹം. ആസീനം അവിടെ ഇരിക്കുന്ന കൂർമ്മത്തെ ആസീനം അദ്രിധൃതി കർമ്മഠ കാമഠാംഗം സംസേവതേ പിതൃഗണപ്രഭവർയമായം. പിതൃഗണങ്ങളിൽ മുഖ്യനായ പ്രവരനായ അര്യമാവിനാൽ പൂജിക്കപ്പെടുന്ന അങ്ങയെ ഞങ്ങളും ഭജിക്കുന്നു. തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.